Hello, children. So let's come to the next topic in coordination chemistry. This is the chapter 2, and here we are talking about the evidence for covalency. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിലൊരു മെയിൻ ഇത് പറഞ്ഞത് അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഡസ് നോട്ട് അഡ്രസ് pi bonding and sigma bonding. First of all, it doesn't address pi bonding. പിന്നെ എങ്ങനെയാണ് ഈ ചാർജ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ മെറ്റൽ ടു ലിഗാൻഡ് നടക്കുന്നതും പിന്നെ ദെൻ ഓൾസോ ദി എവിഡൻസ് ഫോർ കോവലൻസി, ദാറ്റ് ഇസ് കോവലൻറ്റ് ബോണ്ടിങ് നമുക്ക് കാണേണ്ട എവിഡൻസസ് ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ത്രൂ വാട്ട് ഓൾ ആർ ദി എവിഡൻസസ് ദെയർ. ഓക്കെ, നൗ വി ഹാവ് ഇന്റർ-ഇലക്ട്രോണിക് റിപ്പൾഷൻ ഇഫക്റ്റ്. ഇതാണ് നമ്മളുടെ നെഫലോക്സിറ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നൗ ഇത് ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ്. ബിക്കോസ് ഇലക്ട്രോൺസ് നമ്മുടെ ഇവിടെ ഈ ലിഗാൻഡും മെറ്റല് തമ്മിൽ ഷെയർ ചെയ്യാണ് വരുന്നത്. ആൻഡ് ഈ ഒരു സംഭവം ഈ ഒരു കാര്യം പറയുന്നത് ഈ നെഫലോക്സിറ്റിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, സോ ഈ മെറ്റൽ ഇലക്ട്രോൺസ്, ഓക്കെ, മെറ്റൽ അതായത് ഡി ഓർബിറ്റൽസ്, മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് ദേ വിൽ അണ്ടർഗോ റിപ്പൾഷൻ. ഓക്കെ, ആൻഡ് ആ റിപ്പൾഷൻ കാരണം ദേ വിൽ ഗിവ് റൈസ് ടു എ നമ്പർ ഓഫ് എനർജി ലെവൽസ്. ആൻഡ് ഈ ഒരു എനർജി ലെവൽസ് തമ്മിൽ ഇച്ചിരി വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇതിൽ in energy, and ഈ ഒരു variation is explained in some electronic repulsion parameters. ഈ ഇത്രയും നമുക്ക് ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മതി. ഓക്കെ, അതിനെയാണ് നമ്മൾ റാക്കപ്പ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ റാക്കപ്പ് പാരാമീറ്റേഴ്സ് എ, ബി ആൻഡ് സി ഉണ്ട്. ഓക്കെ, നൗ ജനറലി നമ്മുടെ ഈ കോംപ്ലെക്സസിൽ ഈ വാല്യൂ ഇസ് ഓൾവേസ് ലെസ് ദെൻ കമ്പയർഡ് ടു ദ ഫ്രീ അയോൺ. അതായത് കോംപ്ലെക്സേഷൻ വരുമ്പോൾ നമ്മുടെ ഈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ നമ്മുടെ ഒരു ഇച്ചിരി കുറയും ആണ് നമ്മുടെ ഒരു theory. Okay, now ഈ reduced value, okay, it is because of the increase. Now അതായത് തമ്മിലുള്ള റിപ്പൾഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും ദ ഫോഴ്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ റിപ്പൾഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഇസ് ഡിക്രീസിങ്. ദിസ് മീൻസ് ദാറ്റ് മൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ് ചാർജസ് ഷുഡ് ഇൻക്രീസ് അല്ലേ. സോ അതായത് ദ ഇൻക്രീസ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെറ്റൽ ഡി ഓർബിറ്റൽ ബൈ ദി അപ്രോച്ച് ഓഫ് എന്താ പറയുക ലിഗാൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിനെയാണ് നമ്മൾ ഡി ക്ലൗഡ് എക്സ്പാൻഷൻ. സോ ഈ അതായത് ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡി ഓർബിറ്റൽ, അതായത് ഇറ്റ്സ് ആക്ച്വലി ആൻ ഇലക്ട്രോണിക് ക്ലൗഡ്, അത് എക്സ്പാൻഡ് ചെയ്യണു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് ആൻഡ് ദാറ്റ് എവിഡൻസ് ഇസ് ബിക്കോസ് നമ്മുടെ ഈ പാരാമീറ്റേഴ്സ് കുറയണു. ഓക്കെ, നൗ ദിസ് അതായത് when the ligands are approaching, the metals will undergo D-cloud expansion, and ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ നെഫലോക്സിറ്റിക് ഇഫക്റ്റ് പറയുന്നത്. നൗ ദി എക്സ്റ്റെൻഡ്, ഇത് എത്രമാത്രം ഒരു ഓർബിറ്റൽസ് എക്സ്റ്റൻഷൻ വരുന്നത് ഒരു കോംപ്ലെക്സിൽ വരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി മാക്സിമം ഓവർലാപ്പ് ഓഫ് ദ ലിഗാൻഡ് ആൻഡ് മെറ്റൽ ഓർബിറ്റൽസ്. അതായത് ലിഗാൻഡ് മെറ്റൽ ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പ് അനുസരിച്ചിരിക്കും. ദാറ്റ് ഈസ് എൻ എസെൻഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ആൻഡ് ഇതാണ് ദിസ് ഷോസ് ദാറ്റ് ദർ ഇസ് കോവലന്റ് ബോണ്ടിങ്. സി, ഈ ഓവർലാപ്പ് എക്സ്റ്റെൻറ്റിൻ്റെ അനുസരിച്ചിരിക്കുന്നത് ഓൾ ഇസ് ടോക്സ് അബൌട്ട് ഓൺലി കോവലൻസി. Okay, so the larger the decrease in inter-electronic repulsion, അതായത് എത്രയും കൂടുതൽ inter-electronic repulsion കുറയുന്നു, the greater is the extent of the covalent bonding. Okay, so ഈ നെഫലോക്സിറ്റിക് ഇഫക്റ്റ് കാരണം ദി ആവറേജ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ
is actually reduced to B dash, and this B dash is always less than B. ഈ റാക്കപ്പ് പാരാമീറ്റർ ബിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വി ഹാവ് എ റേഷ്യോ ഓഫ് B dash by B which is equal to beta. ഓക്കെ, ആൻഡ് ബീറ്റയാണ് നമ്മുടെ Greek letter beta, and that is the nephelauxetic ratio. It is always less than 1. Okay, so the beta value depends on both the metal and the ligand, and it decreases with increasing delocalization. So this is the first evidence. പിന്നെയുള്ള എവിഡൻസ് നിങ്ങളിപ്പോൾ കാണുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ, ESR, NMR, NQR, എന്താ ലാൻഡ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ, ഓൾ ദീസ് കം ഫ്രം സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, നൗ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. നമ്മുടെ മോസ്റ്റ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ വളരെ വളരെ ഇൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇൻറ്റൻസിറ്റി ശരിക്കും ഡി ഡി ട്രാൻസിഷൻസ് ആർ ആക്ച്വലി ഫോർബിഡൻ. പക്ഷെ അവിടെ ഫോർബിഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റൻസിറ്റി ഷുഡ് ബി ലെസ്. ആർ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന സ്പെക്ട്രയുടെ ഇൻറ്റൻസിറ്റി ലെസ് ആയിരിക്കണം, വിച്ച് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർബിഡൻ. ഓക്കെ, അത് എന്താ പറയുക, വാട്ട് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ഇസ് ബീങ് സീൻ എന്ന് പറയുമ്പോൾ യു ഷുഡ് ഗെറ്റ് ലെസ് ഇൻറ്റൻസ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് ഇൻറ്റൻസിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങും വൈബ്രോണിക് കപ്ലിങ്ങും ഒക്കെ വെച്ചിട്ടാണ്. അതായത് സ്പിൻ അത് സ്പിന്നും നമ്മുടെ ഈ ഓർബിറ്റും തമ്മിലുള്ള ഒരു കപ്ലിംഗ് ഉണ്ട്. വൈബ്രോണിക്, അതായത് സം റിലാക്സേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് കപ്ലിങ്ങും അവിടെയും വരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച്, അതായത് ഫോർബിഡൻ ട്രാൻസിഷൻസ് നമ്മുടെ അലൗഡായി മാറുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ DD ട്രാൻസിഷൻസ് നമുക്ക് ഇൻറ്റൻസിറ്റി കാണുന്നത്. പക്ഷെ ഇത് മാത്രം ശരിയല്ല, because we are also seeing charge transfer spectra, and this can be explained only if there is some covalent bonding between the metal and the ligand. Okay, so that's another evidence. Pinne ESR spectra എന്ന് പറയുമ്പോൾ ജനറലി ടോക്സ് അബൌട്ട് ESR സ്പെക്ട്ര ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള കേസുകളിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, and ഇവിടെ we see it in this complex IrCl6 2-. Now this complex, this iridium complex, gives us a hyperfine splitting band. ഈ hyperfine splitting band ഉണ്ടെങ്കിൽ there has to be delocalization, which again is a support for covalent bonding. Another is NMR spectra. NMR spectrum വരുമ്പോൾ നമുക്കിവിടെ there is interaction, okay, of the unpaired electron with the nuclear spin of the ligand, and ഇങ്ങനെ ഒരു interaction between ligandum മെറ്റലിൻ്റെ ഇലക്ട്രോൺ ഒക്കെ ആയിട്ട് വരണമെങ്കിൽ this is all also evidence for overlap, which means again covalent bonding. Now NQR spectra of square planar complexism also showed that there is the evidence of covalency, especially for complexes containing halide and halide complexes. That is the metal halogen bond is partially covalent. Okay, so this is about the nuclear quadruple resonance. Then നമ്മുടെ ലാൻഡേസ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ, ഇവിടെ ഈ G ഫാക്ടർ, ഓക്കെ, അതൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ G ഫാക്ടർ. ഓക്കെ, നൗ ഈ G ഫാക്ടർ ഓൾസോ gives an idea of the extent of delocalization of metal orbitals into the ligand orbitals. അപ്പോൾ എക്സ്പെരിമെൻ്റൽ വാല്യൂ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ we always see that there is some delocalization. So all this is in support of our covalency, that is there is an existence of covalent bonding between metal and ligand. അപ്പോൾ അതിൽ നിന്ന് വന്ന് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് കുറച്ച് മോഡിഫിക്കേഷൻ വേണം. അത് പ്യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് ആയാൽ പോരാന്ന് മനസ്സിലായി. കോവലൻസിയുടെ പ്രസൻസും കണ്ടുകൊണ്ട് ഒരു മോഡറേറ്റ് കോവലൻസി എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മുടെ
adjusted crystal field theory, and which was also known as ligand field theory. Okay, so the next theory that came directly after crystal field theory was our ligand field theory. And ഇവിടെ എന്താ വെച്ചാൽ നമ്മളൊരു അതായത് പ്യൂർലി ഇലക്ട്രോസ്റ്റാറ്റിക് അല്ല എന്ന് നമ്മൾ പറഞ്ഞു, അതായത് പോയിന്റ് ചാർജസ് അല്ല, ദർ ഇസ് സം amount ഓഫ് കോവലൻസിന്നും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ലിഗാൻഡ് ഫീൽഡ് തിയറി ഡെവലപ്പ് ചെയ്തത്. ബട്ട് ദാറ്റ് ഓൾസോ വാസൻ ഇനഫ്. ആൻഡ് ഫൈനലി വൺ ഓഫ് ദ ബെസ്റ്റ് തിയറീസ് ദാറ്റ് കെയിം ഔട്ട് ഓർ വളരെ റീസെൻ്റ് ആയിട്ട് വന്നതാണ് നമ്മുടെ വിച്ച് ഇസ് കൺസിഡർഡ് ക്വൈറ്റ് സുപ്പീരിയർ ഇസ് ആർ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓക്കെ, അതിൻ്റെ മെയിൻ thing goes through the linear combination of atomic orbitals. അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ദിസ് യു ബീൻ ഡീലിംഗ് വിത്ത് ദിസ് ഫ്രം സെം 2 itself, സോ യു ഷുഡ് ബി അത് ആ ഒരു ഇത് കോംപ്ലക്സസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ ഹിയർ മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോം ബൈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അതായത് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് മെറ്റൽസ് ആൻഡ് ലിഗാൻഡ്സ് വിൽ overlap and form molecular orbitals. ഈ molecular orbitals യാതൊരു ബന്ധവും ഇവരായിട്ടില്ല, atomic orbitals ആയിട്ടില്ല. So atomic orbitals of the central metal ion and ligand should, and ഇവർ കമ്പൈൻ ചെയ്യുന്ന ഓർബിറ്റൽസിന് കമ്പാരബിൾ എനർജിയും സെയിം സിമെട്രി ആയിരിക്കണം. ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഫോർ ഓവർലാപ്പ് ടു ഹാപ്പൻ. ഓക്കെ, പിന്നെ ഉള്ളത് മെറ്റൽ ഓർബിറ്റൽസ് ഏതൊക്കെയാണ് വരുന്നത്? SP-D ആണ് സ്വതവേ കണ്ടേക്കണ ഫോർ കോംപ്ലക്സേഷനിൽ വിൽ കമ്പൈൻ വിത്ത് ലിഗാൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്, LGO. ഓക്കെ, അതായത് ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസ് ഒക്കെ വരുന്നത് എല്ലാം ആണ് നമ്മൾ LGO എന്നായിട്ട് പറയുന്ന ലിഗാൻഡ് ഗ്രൂപ്പ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് you get molecular orbitals, and in this process you have sigma and pi bonds being formed. ഇതിൻ്റെ മേലുള്ള കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ ഈ സിമെട്രിയുടെ ഭാഗം എസ്പെഷ്യലി പറയുന്നത് ഇസ് മെയിൻലി കംസ് ഫ്രം ഗ്രൂപ്പ് തിയറി. ഞാൻ പറഞ്ഞില്ലേ ആ T2G EG അതൊക്കെ ആ ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസിൽ നമ്മൾ വെറും ഇയും T2 പറയുള്ളൂ. ഈ വാല്യൂ ഒക്കെ വരുന്നത് ഇസ് മെയിൻലി കംസ് ഫ്രം ഗ്രൂപ്പ് തിയറിയുടെ ക്യാരക്ടർ ടേബിൾ എന്നാണ്. ഈ അതിൻ്റെ മുലിക്കൻ സിമ്പിൾസ് എന്ന് പറയും. യുൽ കം ടു നോ അബൌട്ട് ദിസ് ലേറ്റർ. ഹയർ ക്ലാസ്സസിൽ കൂടുതൽ ഡീൽ ചെയ്യാം. സോ ഒരു ജനറൽ ഒരു വ്യൂവിന് വേണ്ടിയിട്ട് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് എസ് ഓർബിറ്റലിൻ്റെ സിമെട്രി, അതായത് സിമെട്രി പറയുന്നത് A1G, സ്മോൾ A1G എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, പി ഓർബിറ്റലിന് T1U EG, അതായത് EG എന്ന് പറയുന്നത് ഇസ് മൈ DX² - Y² DZ² ആണ്. ഈ രണ്ടെണ്ണം ഉള്ളതാണ് EG. ഓക്കെ, ഇറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ്. T1U എന്ന് പറയുന്ന ഇത് നമ്മുടെ P ഓർബിറ്റൽസ് ആണ്. ഓക്കെ, ഓൾ ദ 3 P ഓർബിറ്റൽസ് ട്രിപ്പിളി ഡീജനറേറ്റ് ആണ്. അത് T2Gയും വീണ്ടും ട്രിപ്പിളി, അതാണ് ഈ T വരാൻ കാരണം. ഇറ്റ്സ് ജനറലി ഇറ്റ്സ് ദ സിമ്പിൾ ഫോർ ട്രിപ്പിളി ഡീജനറേറ്റ്. ദ ഗ്രൂപ്പ് തിയറിയിൽ വരുന്ന ചില ഇതാണ്. ഓക്കെ, ആൻഡ് ദെൻ ദാറ്റ് ഇസ് DXY DXZ DYZ. ഈ 3 ഓർബിറ്റലാണ് T2G ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ജനറലി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടാണ് എഴുതുക. ദാറ്റ് ഇസ് A1G T1U EG T2G. Okay, when they combine. Okay, now let's see how some combinations are happening. Sigma bonding in OH കോംപ്ലക്സസ്, അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ നമ്മുടെ സിഗ്മ ബോണ്ടിങ് നോക്കൂ. പച്ചയിൽ കാണുന്നതാണ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസ്. ഓറഞ്ചിൽ ഐ ഹാവ് ഡിനോട്ടഡ് ദ മെറ്റൽ ഓർബിറ്റൽസ്. സോ നോക്കൂ, എസ് ഓർബിറ്റൽ A1G എന്നാണല്ലോ അതിൻ്റെ സിമ്പിൾ. ഓക്കെ, അതിൻ്റെ സിമെട്രി. സോ അത് കമ്പൈൻ ചെയ്യുന്ന എസ് ഓർബിറ്റൽ ഇസ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓൾ യു സി ഇസ് പോസിറ്റീവ്, റൈറ്റ്, ഒരു സ്ഫെറിക്കൽ. അത് കമ്പൈൻ ചെയ്യണമെങ്കിൽ ഓൾ 3 സൈഡ്സ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു സ്ഫിയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓൾ ദ 3 സൈഡ്സ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസിൻ്റെ ഇതായിരിക്കും ഷേപ്പ്, ആൻഡ് ഇറ്റ് വിൽ ഹാവ് ഓൾ പോസിറ്റീവ് സൈഡ്സ് അറ്റ് ദി എൻഡ്. അപ്പം നോക്കൂ, കണ്ടോ ഇവിടെ ഇങ്ങനെ നടുക്കിൽ ഇത് കമ്പൈൻ ഓവർലാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ്. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് മാച്ചിങ് സിമെട്രി. ഓക്കെ, ഇനി DZ² നോക്കൂ. ഇവിടെ പോസിറ്റീവ് ലോബ്സ് അലോങ് ദി Z ഡയറക്ഷൻ ആൻഡ് നെഗറ്റീവ്
ഒരു ഡിസ്ക്കാണ് XY പ്ലെയിനിൽ ഒരു ഡിസ്ക് പോലെ ഒരു നെഗറ്റീവ് ലോബാണ്. അത് നോക്കുമ്പോൾ അതിൻ്റെ ലിഗാൻഡ് മാച്ചിങ് ഓർബിറ്റൽ വിൽ ബി ഇൻ ദിസ് ഷേപ്പ്. ഓക്കെ, പോസിറ്റീവ് ലോബ്സ് അലോങ് ദി Z ഡയറക്ഷൻ ഇവിടെയും ആൻഡ് യു വിൽ ഹാവ് നെഗറ്റീവ് ലോബ്സ് ഇൻ ദി X ആൻഡ് Y. അതേ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ DZ(x²-y²). നൗ സി ഈ രണ്ടെണ്ണമാണ് നമ്മൾ EG എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഇതിൽ സി ഇങ്ങനെയാണ്, ഈ ഓപ്പോസിറ്റിലാണ് യു ഹാവ് യുവർ പോസിറ്റീവ്. സോ സി ഇറ്റ് ഇസ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതേ മാച്ചിങ് സിമെട്രി ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓവർലാപ്പ്. And similarly you can see the T1 use, that is the PZ, PX and PY. ഈ മൂന്നെണ്ണം നമ്മുടെ മെറ്റലിൻ്റെ ആണ് ഓറഞ്ചിൽ. അതിൻ്റെ കറസ്പോണ്ടിങ് ലിഗാൻഡ് ഓർബിറ്റൽസിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസ്, അതായത് ഇതാണ് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ്. അത് ഗ്രൂപ്പ് ചെയ്ത് ഇങ്ങനെ ആവും എന്നാണ് നമ്മൾ പറയുന്നത്. മാച്ചിങ് സിമെട്രി ആയിട്ടേ നിൽക്കുള്ളൂ, എന്നാലേ അത് ഓവർലാപ്പ് ചെയ്യൂ. ഇനി ഇങ്ങനെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് നമ്മുടെ സിഗ്മ ബോണ്ടിങ്ങിൻ്റെ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രമാണ് ഞാനിവിടെ ഡ്രോ ചെയ്തത്. സി ദീസ് ആർ ഓൾ വാട്ട് വി മീൻ ദിസ് ഇസ് ഇൻ എനർജി. അപ്പോൾ ഇത് നമ്മൾ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ഇവിടെ മെറ്റൽ ഓർബിറ്റൽസ് ആണ്. ഹിയർ ഇസ് അവർ ലിഗാൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസ്. അഗെയിൻ ഐ കെപ്റ്റ് ദാറ്റ് കോഡ്സ് ദ സെയിം. ദാറ്റ് ഈസ് യുവർ ഓറഞ്ച് ആൻഡ് ഗ്രീൻ. അപ്പോൾ ഓറഞ്ച് നോക്കൂ, അത് ആ എനർജിയിൽ ഞാൻ എനർജി വൈസ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. 5 D ഓർബിറ്റൽസിൻ്റെ, ഒരു S ഓർബിറ്റലുണ്ട്, 3 P ഓർബിറ്റലുണ്ട്. അതിൻ്റെ മാച്ചിങ് സിമെട്രി ആയിട്ടുള്ള ലിഗാൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസ് ഈ ഓർഡറിലാണ് നിൽക്കുന്നത്. എനർജി A1G is smaller, then T1U and then EG. ഓക്കെ, ലിഗാൻഡ് ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസിൽ സിഗ്മ ബോണ്ടിങ്ങിൽ വരുന്നത് EG മാത്രമാണ്. T2G is not there. ഓക്കെ, സോ ദിസ് ഇസ് അത് ഹയർ ഗ്രൂപ്പ് തിയറിയുടെ വളരെ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് യു വിൽ ഗെറ്റ് ടു നോ വൈ ഇറ്റ് ഇസ് സോ. സോ റൈറ്റ് നൗ ജസ്റ്റ് റിമെമ്പർ ഇങ്ങനെയാണ് അത് വരുന്നത്. ആൻഡ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ദ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ സിഗ്മ ബോണ്ടിങ്. പ്രത്യേകം ഓർത്തോളൂ, ദിസ് ഇസ് ഓൺലി ഫോർ sigma bonding. This is how it is arranged, and here you will see T2Gന് ഒരു ആളും ഇപ്പുറത്ത് ഇല്ല, അതുകൊണ്ട് that is in the non-bonding state. സെയിം എനർജി ആയിട്ട് നിൽക്കും. ആൻഡ് ഇവിടെ EG is slightly promoted up in energy and EG star, so this is anti-bonding alle. So all these three are anti-bonding levels, and you will see that they are more like they met അത് കൂടുതൽ സിമിലർ ഇൻ എനർജി ടു മെറ്റൽ ഓർബിറ്റൽസ് ആയതുകൊണ്ട് ഇവരെ പോലെയാണ് കൂടുതലിരിക്കുക. ഈ ഓർബിറ്റൽസിൻ്റെ ഒരു ഷേപ്പും ഇതും കൂടുതൽ ഇറ്റ് വിൽ ഗെറ്റ് മോർ കോൺട്രിബ്യൂഷൻ. അതായത് നമ്മുടെ ലീനിയർ കോമ്പിനേഷനിൽ നമ്മുടെ കൂടുതൽ കോയിഫിഷ്യൻസ് കം ഫ്രം മൈ മെറ്റൽ ഓർബിറ്റൽസ്. ലിഗാൻഡ് ഓർബിറ്റൽസിൻ്റെ കുറവാണ്. ആൻഡ് ദീസ് ഓർബിറ്റൽസ്, ദാറ്റ് ഈസ് നമ്മുടെ ബോണ്ടിങ് ഓർബിറ്റൽസ്, വിൽ ഹാവ് മോർ സിമിലാരിറ്റി ടു ആർ ലിഗാൻഡ് ഓർബിറ്റൽസ്. ഓക്കെ, അത് അങ്ങനെയാണ് അത് വരുന്നത്. ആൻഡ് ഹിയർ T2G മൈനസ് EG ആണ്. ദിസ് ഇസ് വേർ വി ഹാവ് our crystal field stabilization energy. Octahedral field ആണ് delta O. Okay, now let me take the case if I had a cobalt complex, right? Yeah, that's what discussed in your book. So I have a cobalt, this is a hexamine cobalt 3 complex. Okay, in this case, okay, cobalt is in the +3 oxidation state. ഒരു +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൊബോൾട്ട് എന്ന് പറഞ്ഞാൽ 3d74s2 ആണ്. അവിടുന്ന് 3 ഇലക്ട്രോൺ +3 വരുമ്പോൾ ഐ വിൽ ഹാവ് ടു റിമൂവ് 2 ഹിയർ ആൻഡ് 1 ഹിയർ. സോ ഇറ്റ് ഈസ് എ D6 സിസ്റ്റം എന്നാണ് ഞാൻ പറയാം. സോ ഔട്ടർ കോൺഫിഗറേഷൻ D6 സിസ്റ്റം. അപ്പോൾ ഈ 6 ഇലക്ട്രോൺസ് ഇവിടെ അല്ലേ ഇരിക്കണേ. സോ ലെറ്റ് മീ ജസ്റ്റ് ഡ്രോ ദം. സോ മൈ 6 ഇലക്ട്രോൺസ് ആർ ഇൻ മൈ 5 ഓർബിറ്റൽസ്. 1 2. Oh, let me take red, it's easier for you to see. 1 2 3 4 5 6. I should write it in this way. I don't think it should be in the paired condition in the metal orbitals.
ഇങ്ങനെ ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി should obey Hund's rule. Anyway, so ഈ 6 electrons ഉണ്ട്, and ligands also come with each set, no? So 1 2, here we have 1 2 1 2 1 2, ഇവിടെ 6 എണ്ണം. Eg അതിൽ you have 4. Okay, so total set of orbit electrons is 1 2 3 4 6 7 8 9 10 11 12. So we have 12 electrons from here, and you have 6 electrons here. So total എത്രയായി? Okay, we have a total, that is 6 NH3. Okay, that is your ammonia ligands can donate 12 electrons. So total, and here already 6 electron, and total I have 18 electrons. So 18 electrons you have to now arrange in the molecular orbital. So here see, it will come 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 എണ്ണം അവിടെ വന്നു, and the remaining will go here. Okay, 1 2 3 4 5 6. Okay, so thus you will see that, because എന്തായാലും ഏത് രീതിയിലാണെങ്കിലും it will be, because we know that it is diamagnetic compound, so it will come into our T2G ലെവലിൽ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ നോൺ ബോണ്ടിങ് T2Gയിലാണ് ബാക്കി 6 ഇലക്ട്രോൺസും ഇരിക്കുന്നത്. സോ ദിസ് compound is diamagnetic is what we say. Okay, so thus what we have to come now is, that is there are characteristics. So ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം. ആക്ച്വലി these you I would prefer you to write this in capital letters. Okay, generally അത് അങ്ങനെ in your molecular orbitals are written in capital letters. So thus you can see that here T2G totally ഒരു മെറ്റൽ ഓർബിറ്റൽ പോലെയാണ് നമുക്ക് കാണുന്നത്. there is no contribution from our ligand. പക്ഷെ നേരെ മറിച്ച് EG സ്റ്റാർ എന്ന് പറയുന്നത് ഹാസ് മെറ്റൽ ആൻഡ് ലിഗാൻഡ് ക്യാരക്ടർ. ബിക്കോസ് ഒക്കെ ഉണ്ടോ, അതിൽ ഒരു ഓവർലാപ്പ് വന്നിട്ടുണ്ട്, ഇപ്പുറത്തുനിന്നും വന്നു. പക്ഷെ ഇത് കൂടുതൽ മെറ്റലിൻ്റെ അടുത്തായി നിൽക്കണമുണ്ട്. അതായത് മോർ ക്ലോസ് ഇൻ എനർജി ആയതുകൊണ്ട് കൂടുതൽ ക്യാരക്ടർ മെറ്റലിൻ്റെ തന്നെയാണ് പ്രെഡോമിനേറ്റ് ചെയ്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് സോ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ കോവലന്റ് ക്യാരക്ടർ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. Okay, with that we wind up this chapter. Thank you.